ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്, സുഖമാണ് എല്ലാവർക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ ഒരു ഭരതനാട്യം റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യം റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഭരതനാട്യത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പോസ്റ്റേഴ്സിനെ പറ്റിയാണ് കേട്ടോ. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ചില പൊസിഷൻസ് ഉണ്ട് ഭരതനാട്യത്തിന്. അപ്പം അതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഭരതനാട്യത്തിൽ നമ്മൾ എന്ത് ട്രൈ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരമാണ് കേട്ടോ. അതായത് രംഗവന്ദനം എന്ന് പറയും. തമിഴിൽ വന്ന് തട്ടിക്കുമ്പിടുതൽ എന്ന് പറയും. അതായത് ഭരതനാട്യം ഒറിജിനേറ്റ് ചെയ്തത് വന്നത് തമിഴ്നാട്ടിൽ നിന്ന് തഞ്ചാവൂർ ആ സൈഡിലാണ് അല്ലേ. തഞ്ചാവൂർ ചിദംബരം ആ ഒരു സൈഡിലാണ് കേട്ടോ ഭരതനാട്യത്തിൻ്റെ ഒറിജിനേഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തമിഴിൽ വന്നിട്ട് തട്ടിക്കുമ്പിടുതൽ എന്നും മലയാളത്തിൽ രംഗവന്ദനം നമസ്കാരം എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഏതൊക്കെ ബേസിക് പോസ്റ്റേഴ്സ് എന്ന് നോക്കാം. ബേസിക്കലി നമുക്ക് ഭരതനാട്യത്തിൽ 3 ബേസിക് പോസ്റ്റേഴ്സാണ് കേട്ടോ ഉള്ളത്. അതായത് സമപാദം, അരമണ്ഡലം, മുഴുമണ്ഡലമാണ് കേട്ടോ ഉള്ളത്. ആക്ച്വലി നമുക്ക് കുറച്ചുകൂടി പറഞ്ഞാൽ നാട്യാരംഭം അതേപോലെയുള്ള പൊസിഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ബേസിക്കായിട്ട് ഭരതനാട്യത്തിന് പറയുന്ന 3 പൊസിഷൻസാണ്. അതായത് സമപാദം, അരമണ്ഡലം, മുഴുമണ്ഡലം എന്നാണ് കേട്ടോ. തമിഴിൽ ഇതിനെ അരമണ്ടി, മുഴുമണ്ടി, സമപാദം എന്നാണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിലും സെയിം തന്നെയാണ് പറയുന്നത്. ഹാഫ് സിറ്റിംഗ് എന്ന് പറയുന്നവരുണ്ട് കേട്ടോ അരമണ്ഡലത്തിന്. അപ്പം അരമണ്ഡലത്തിന് അർദ്ധമണ്ഡലം എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ബേസിക്കായിട്ട് നമുക്കുള്ളത് 3 പോസ്റ്റേഴ്സാണ് കേട്ടോ. സമപാദം, അരമണ്ഡലം, മുഴുമണ്ഡലം. എൻ്റെ ഗുരുവൊക്കെ എനിക്ക് 4 പോസ്റ്റേഴ്സാണ് പറഞ്ഞു തന്നുള്ളത് കേട്ടോ. അപ്പം സമപാദത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് അരമണ്ഡലത്തേക്ക് പോവാതെ സമപാദം, മണ്ഡലം, അരമണ്ഡലം, മുഴുമണ്ഡലം അങ്ങനെ 4 പോസ്റ്റേഴ്സായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് സമപാദത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് അരമണ്ഡലത്തേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ 4 പോസ്റ്ററായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. ബേസിക്കായിട്ടുള്ളത് 3 പോസ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ പൊസിഷൻ സമപാദം. പേര് പോലെ തന്നെ പാദങ്ങൾ ഇങ്ങനെ സമമായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് ലുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുക. ജസ്റ്റ് ഫ്രണ്ടിലോട്ടൊന്ന് ചായ കേട്ടോ. അതാണ് ആ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് സമപാദം. അടുത്ത് നമ്മൾ അരമണ്ഡലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ നീ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യാം. നന്നായിട്ട് ബെൻഡ് ചെയ്തിട്ടിരിക്കുക. ഈ ഒരു പൊസിഷനാണ് നമ്മൾ വന്നിട്ട് അരമണ്ഡലം അല്ലെങ്കിൽ അർദ്ധമണ്ഡലം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് തേർഡ് മുഴുമണ്ഡലം. അപ്പോൾ അതിന് കാല് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കാലിങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ബെൻഡ് ആവാൻ പാടില്ല, അതേപോലെ വളയാൻ പാടില്ല കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. ആ പൊസിഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അതാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് മുഴുമണ്ഡലം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഭരതനാട്യത്തിൻ്റെ ബേസിക് പോസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ 3 പോസ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് ലേൺ ചെയ്തത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.